പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് SKVLP സ്കൂളിൽ ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പുഞ്ചയോരത്തു നിന്നും കണ്ടൽക്കാടുകളിലേക്ക് എന്ന പേരിൽ പരിസ്ഥിതി ബന്ധിത പഠനയാത്ര സംഘടിപ്പിക്കും. 31-ന് പത്തിയൂർ പുഞ്ചയോരത്ത് ചേരുന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് SKVLP സ്കൂളിൽ ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പുഞ്ചയോരത്തു നിന്നും കണ്ടൽക്കാടുകളിലേക്ക് എന്ന പേരിൽ പരിസ്ഥിതി ബന്ധിത പഠനയാത്ര സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളിലായി വേനൽക്കുളിര് എന്ന പേരിൽ പത്തിയൂരിലെ പുഞ്ചയോരത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രാ പ്രൊജക്ടിന്റെ ഭാഗമായാണ് 5ാമത്തെ യാത്രയായി പുഞ്ചയോരത്തു നിന്നും കണ്ടൽക്കാടുകളിലേക്ക് എന്ന യാത്രാ പരിപാടി സംഘടിപ്പിക്കുന്നത്. വേനൽക്കുളിര് എന്ന പേരിൽ പുഞ്ചയോരത്തു നിന്ന് കായലോരത്തേക്ക്, പുഴയോരത്തേക്ക്, കടലോരത്തേക്ക്, മലയോരത്തേക്ക് എന്നിങ്ങനെ എന്നീ തലക്കെട്ടുകളിൽ നടത്തിയ വ്യത്യസ്തങ്ങളായ പഠനയാത്രാ പ്രോജക്റ്റുകളുടെ തുടർച്ചയായി ഈ വർഷം പുഞ്ചയോരത്തു നിന്ന് കണ്ടൽക്കാടുകളിലേക്ക് ഒരു പഠനയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. പത്തിയൂർ ഗവൺമെൻറ് SKVLP സ്കൂളിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി നടത്തിവരുന്ന പരിസ്ഥിതി ബന്ധിത പഠനയാത്രാ പ്രോജക്റ്റാണ് വേനൽക്കുളിര്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 4 വർഷങ്ങളിൽ പുഞ്ചയോരത്തു നിന്നും പുഴയോരത്തേക്കും, നദിയോരത്തേക്കും, കടലോരത്തേക്കും, മലയോരത്തേക്കുമായി 4 യാത്രകൾ കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് ജനുവരി 31-ന് പത്തിയൂരിൻ്റെ ഊരും ചൂരുമായിട്ടുള്ള പത്തിയൂർ പുഞ്ചയുടെ ഓരത്തു നിന്നുമാണ് യാത്ര തുടങ്ങുന്നത്. പുതുപ്പള്ളിയിലെ കണ്ടൽക്കാടുകളിലേക്കാണ് യാത്ര. പുഞ്ചയോരത്തു നിന്നും കണ്ടൽക്കാടുകളിലേക്ക് എന്ന പേരിട്ട ഈ യാത്ര പുഞ്ചയോരത്ത് വെച്ച് ബഹുമാന്യായ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി L. ഉഷ അവർ ഫ്ലാഗ് ഓഫ് ചെയ്യും. പത്തിയൂർ പുഞ്ചയോരത്ത് ചേരുന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ സാംസ്കാരിക രംഗത്തും അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള ധാരാളം പേർ ഒത്തുകൂടി. യാത്ര തുടർന്ന് കണ്ടല്ലൂരിലെ വനമിത്ര പുരസ്കാര ജേതാവായിട്ടുള്ള ശ്രീ KG രമേശ് സാറിൻ്റെ ഔഷധ സസ്യവനത്തിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിന്നും കൂട്ടംവാതുക്കൽ കടവ് പാലം വഴി ശ്രീനാരായണ ഗുരുവിൻ്റെ പഠനകാലത്തെ താമസ സ്ഥലമായ ചേവന്നൂർ ചാവടി, താമസ സ്ഥലമായ വാർണപ്പള്ളി ഭവനം എന്നിവ കുട്ടികൾ സന്ദർശിക്കും. തുടർന്ന് യാത്രാസംഘം കൊല്ലം ജില്ലയിലെ ക്ലാപ്പന, ആലപ്പാട് പഞ്ചായത്തുകളിലൂടെ 1000 തെങ്ങിലുള്ള ഗവൺമെൻറ് ഫിഷ് ഫാം സന്ദർശിക്കും. തുടർന്ന് യാത്രാസംഘം 1000 തെങ്ങ് പാലം വഴി വലിയഴീക്കൽ പാലത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചും, വലിയഴീക്കൽ പാലത്തിൻ്റെ തന്നെ വടക്കേ അറ്റത്തുള്ള വലിയഴീക്കൽ ബീച്ച്, ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കൽ ബീച്ചും സന്ദർശിക്കും. ഓരോ സന്ദർശന സ്ഥലങ്ങളിലും ജനപ്രതിനിധികളായി, സാംസ്കാരിക പ്രവർത്തകരായി, പരിസ്ഥിതി സ്നേഹികളായി ധാരാളം പേർ യാത്രാ സംഘത്തോടൊപ്പം ചേരും. അവർ കുട്ടികളുമായി സംവദിക്കും. കടലോരത്തും പുഴയോരത്തുമായി ധാരാളം കളികളിൽ ഏർപ്പെടാനും അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ കളികളിലും വിനോദങ്ങളിലും അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും ഒപ്പം ചേരും. ആർത്തി പൂണ്ട മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിസ്ഥിതി സ്നേഹികളായ ഒരുപറ്റം ആളുകൾ പ്രകൃതിയെ സംരക്ഷിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവർ പുനഃസൃഷ്ടിച്ചിട്ടുള്ള ഒരു കണ്ടൽ വനവും കുട്ടികൾ സന്ദർശിക്കുന്നുണ്ട്. പുതുപ്പള്ളിയിൽ ശ്രീ MR അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കണ്ടൽ വനമാണ് കുട്ടികൾ സന്ദർശിക്കുന്നത്. ജനുവരി 31-ന് പത്തിയൂർ പുഞ്ചയോരത്ത് ചേരുന്ന പരിസ്ഥിതി കൂട്ടായ്മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. വനമിത്ര പുരസ്കാര ജേതാവ് KG രമേശിന്റെ ഔഷധ സസ്യവനം, കൂട്ടുംവാതുക്കൽ കടവ് പാലം, ശ്രീനാരായണ ഗുരു താമസിച്ചു പഠിച്ചിരുന്ന വാരണപ്പള്ളി ഭവനം, ചേവന്നൂർ ചാവടി, പുതുപ്പള്ളിയിലെ MR അനിൽകുമാർ സൃഷ്ടിച്ചെടുത്ത കണ്ടൽക്കാടുകൾ ഉൾപ്പെട്ട തണ്ണീർവനം, 1000 തെങ്ങ് ഗവൺമെന്റ് ഫിഷ് ഫാം, വലിയഴീക്കൽ പാലത്തിന്റെ തെക്കേ അറ്റത്തുള്ള കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ച്, പാലത്തിന്റെ വടക്കേ അറ്റത്തുള്ള വലിയഴീക്കൽ ബീച്ച്, ലൈറ്റ് ഹൗസ്, കൊച്ചിയുടെ ജെട്ടിപ്പാലം എന്നിവയുൾപ്പെടെ പാരിസ്ഥിതികവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ള ഇടങ്ങളാണ് യാത്രയിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, പുതുപ്പള്ളി സെയ്ദ്, AEO സിന്ധു, BPO ജൂലി S. ബിനു, പത്തിയൂർ വിഷൻ, V. അനിൽ ബോസ്, K. ഉദയകുമാർ തുടങ്ങിയവരും ജനപ്രതിനിധികളും അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും യാത്രയുടെ വിവിധ ഇടങ്ങളിൽ കുട്ടികളുമായി സംവദിക്കും. കടൽത്തിരകളോട് കിന്നാരം പറയാനും മണൽപ്പരപ്പുകളിൽ കളിക്കാനുമുള്ള അവസരങ്ങൾ യാത്രയിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ടെന്ന് യാത്രയുടെ സംഘാടകരായ സ്കൂൾ അധികൃതർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രഥമാധ്യാപിക സുജാത,
യാത്രയുടെ കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ, എസ് രാജലക്ഷ്മി, എസ് ഷംനാഥ്, നീതു പി, ആമിന എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.